നമസ്തേ. ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമായ ഹനുമാൻ സ്വാമി. വേദിയിലുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഭാരതീയ സംസ്കാരത്തിലും ഭക്തി, സമർപ്പണം, ശക്തി എന്നിവയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതീകമാണ് ശ്രീ ഹനുമാൻ സ്വാമി. വെറുമൊരു ദൈവസങ്കല്പത്തിനപ്പുറം ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പരമാവതാരമാണ് അഞ്ജലി പുത്രനായ ഹനുമാൻ. ഹനുമാൻ സ്വാമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രാമഭക്തിയാണ്. ഹനുമാന് രാമനാമം കേവലം ഒരു മന്ത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസങ്ങളായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡം മുതൽ സുന്ദരകാന്ഡം വരെ ഹനുമത് ഭക്തിയുടെ അതിമനോഹരമായ നിമിഷങ്ങളാണ് നാം കാണുന്നത്. ശ്രീരാമചന്ദ്രനെ ആദ്യമായി കാണുന്ന നിമിഷം മുതൽ ഹനുമാന്റെ ഉള്ളിൽ ഭക്തിയുടെ അലയടികൾ ആരംഭിക്കുകയാണ്. സുഗ്രീവന്റെ ദൂതനായി വന്ന് ശ്രീരാമപാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ ഹനുമാന്റെ ഭക്തിയെ വർണ്ണിക്കുന്നു. സുന്ദരകാന്ഡത്തിൽ സീതാദേവിയെ കണ്ടെത്തിയ ശേഷം രാവണന്റെ സഭയിൽ ലങ്കാദഹനം നടത്തുമ്പോൾ ഹനുമാന്റെ മനസ്സിൽ ശ്രീരാമ ജയം എന്ന മന്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ഹൃദയം പിളർന്ന് കാണിച്ച് അതിൽ ശ്രീരാമനും സീതാദേവിയും കുടികൊള്ളുന്നു എന്ന് തെളിയിച്ച ഹനുമാന്റെ ഭക്തി പ്രപഞ്ചത്തിലും ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ കഥയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീരാമ പട്ടാഭിഷേകത്തിനു ശേഷം എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുമ്പോൾ ഹനുമാന് ഭഗവാൻ നൽകിയത് എന്താണെന്നോ തന്നെയാണ്. തനിക്ക് പകരമായി ഒന്നും തരാനില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഹനുമാനെ മാറോട് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഭഗവാനോട് ഹനുമാൻ ചോദിക്കുന്നത് ലൗകികമായ സുഖങ്ങളല്ല, മറിച്ച് ഭൂമിയിലെ രാമകഥ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം മാത്രമാണ്. അതിശക്തനായ ഒരു യോദ്ധാവിരിക്കുമ്പോൾ തന്നെ അങ്ങേയറ്റം വിനയുള്ളവനായിരുന്നു ഹനുമാൻ. അഹങ്കാരം ഒട്ടുമില്ലാത്ത ആ വിനയമാണ് അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീരാമൻ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത്. ജീവിതത്തിൽ പ്രതിസന്ധികളും ഭയവും ഉണ്ടാകുമ്പോൾ ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും സ്വാമിയെ ധ്യാനിക്കുന്നതും നമുക്ക് വലിയ മാനസിക ബലവും ആത്മവിശ്വാസവും നൽകുന്നു. കലിയുഗത്തിന് ഭക്തരെ കാത്തുരക്ഷിക്കാൻ ചിരഞ്ജീവിയായി ഹനുമാൻ സ്വാമി ഭൂമിയിലുണ്ട് എന്നാണ് വിശ്വാസം. എവിടെയൊക്കെ രാമനാമം ജപിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ കണ്ണീരണിഞ്ഞ് കൈകൾ കൂപ്പി സന്നിഹിതനായിരിക്കും. നമുക്ക് ആ വലിയ പാത പിന്തുടരാൻ ശ്രമിക്കാം. സ്വാമിയിൽ നിന്നും വിനയവും ഈശ്വരനോടുള്ള ഭക്തിയും കടമകളോടുള്ള സമർപ്പണവും നമുക്ക് പഠിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലും രാമനാമം നിറയട്ടെ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.